താങ്ക് യു ബ്രദർ. ഇന്ന് നമ്മൾ കേട്ട ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ അവസാനം പങ്കിട്ട ആ അല്പസമയം ആ അല്പസമയത്തിൽ കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ പൊതു ശുശ്രൂഷയെ യോഹന്നാൻ വരച്ചു കാണിക്കുകയും 12-ാം അധ്യായത്തിൻ്റെ അവസാനം ആ പൊതു ശുശ്രൂഷയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം 13 തൊട്ട് 16 വരെയുള്ള അധ്യായങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ മാത്രം ഇരുന്ന് സംസാരിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രധാനപ്പെട്ട ആ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 13-ാം അധ്യായത്തിൻ്റെ അവസാനം കർത്താവ് അവരോട് തുറന്നു പറയുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാണ്. കർത്താവ് അവരെ വിട്ടു പോകുന്നു എന്നുള്ള ആ കാര്യം അത് കേട്ടിട്ട് അവരുടെ ഹൃദയം വളരെ വേദനിച്ചു. കാരണം ഇത്രയും ദിവസം കർത്താവ് അവരുടെ കൂടെ നടന്നു ഇരുന്നു, അവർക്ക് വളരെ സന്തോഷമായിരുന്നു. ധാരാളം കാര്യങ്ങൾ കർത്താവിൽ നിന്ന് കണ്ട് പഠിക്കുകയും, അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പോകുക എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ മനസ്സ് ഭയങ്കര വേദനിച്ചു. അപ്പോൾ ആ വേദനയുടെ നടുവിൽ കർത്താവ് അവർക്ക് വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് കലങ്ങരുത് എന്ന് പറഞ്ഞ് 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കർത്താവ് ഇവരെ വിട്ട് പോകുകയാണ്. ഇനി ശാരീരികമായി ഇതുവരെ അവരുടെ കൂടെ ഉള്ളതുപോലെ ഇനി അവരുടെ കൂടെ കാണുകയില്ല. അതാണ് ഒന്നാമത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. 2, ഇവരിനി ആയിരിക്കാൻ പോകുന്ന ലോകം അത്രയ്ക്കും ശരിയല്ലാത്തൊരു ലോകമാണ് ഇനി അവർ ആയിരിക്കാൻ പോകുന്ന ലോകം എന്ന് പറഞ്ഞാൽ, ഇവരെ സംബന്ധിച്ച് പകയ്ക്കുന്ന അല്ല, 16-ാം അധ്യായത്തിൽ വരുമ്പോൾ പള്ളിഭ്രഷ്ടർ മാത്രമല്ല, കൊന്നുകളയുന്ന ഒരു ലോകത്തിലേക്കാണ് ഇനി ഇവരങ്ങോട്ട് ആയിരിക്കാൻ പോകുന്നത്. അപ്പോൾ ലോകം അവർക്ക് അനുകൂലമല്ല, പ്രതികൂലമാണ്, പകയ്ക്കുന്നയും ലോകമാണ്, കൊന്നുകളയുവാൻ വരെയും അവർ ശ്രമിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ഇനി അവരായിരിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ വിഷയം, യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ ആ രാജ്യം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കർത്താവ് ഒരു സുപ്രഭാതത്തിൽ പറയുക, ഞാൻ ഇവിടുന്ന് പോവുകയെന്ന് പറയുമ്പോൾ ഇവർ ചിന്തിക്കുന്നത്, അപ്പോൾ ആ കൊണ്ടുവന്ന രാജ്യം അതെന്തായി തീർന്നു? അത് ഇൻകംപ്ലീറ്റ് ആയിട്ടങ്ങ് വിട്ടിട്ട് പോവുകയാണോ? അപ്പോൾ ഈ വേല മുമ്പോട്ടുണ്ടോ? ഈ രാജ്യം ഇനി മുമ്പോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും അറിയുന്നില്ല. മുമ്പോട്ടൊരു കാർമേഘമാണ് അവർക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ, ഒന്നും അറിയുന്നില്ല. അപ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും അവരോട് പറയുകയും ചെയ്യുന്നതില്ല, ഞാൻ പോകുന്നത് കൊണ്ട് ഈ രാജ്യത്തിൻ്റെ വേല നിൽക്കുന്നില്ല, പിന്നെ നിങ്ങൾ എന്നേക്കാൾ അധികം വർക്ക് ചെയ്യും. ഇന്ന് പലരും ചിന്തിക്കുക, എന്നേക്കാൾ അധികം വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ കർത്താവ് 3 പേരെ ഉയർപ്പിച്ചു, നമ്മൾ 6 പേരെ ഉയർപ്പിക്കും, ആ ഡബിളാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ചിന്തിക്കേണ്ടത്, കർത്താവ് തൻ്റെ ശുശ്രൂഷ ആ പാലസ്തീനിൽ മാത്രം ചെയ്തപ്പോൾ ഇനി ഇവരിൽ കൂടെ പാലസ്തീനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ സുവിശേഷം. പ്രത്യുത ഇത് പടരും, ഇത് ലോകത്തിൻ്റെ അവസാനത്തോളം ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എത്തും. അപ്പോൾ കർത്താവ്, അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ 14, 15, 16 അധ്യായങ്ങളിൽ കർത്താവ് പറയുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. കർത്താവ് വിട്ടിട്ട് പോവുകയാണ്. അവരിനി ആയിരിക്കാൻ പോകുന്ന ലോകം പകയ്ക്കുന്ന ലോകമാണ്, പ്രതികൂലമുള്ള കാലാവസ്ഥയിലാണ് ഇനി അവരായിരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ അവർക്ക്
യേശുവിനെ സാക്ഷീകരിക്കുകയും ചെയ്യണം. കർത്താവ് ആരംഭിച്ച ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകണം. ഓക്കെ, അപ്പം ഇതെങ്ങനാ സാധിക്കുന്നത്? ഈ 14, 15, 16 അധ്യായങ്ങളിൽ, ഈ 3 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായി യേശു പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ കേവലം ഒരു വാക്യം എടുത്ത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സമ്പൂർണ്ണ ദൈവത്തിൻ്റെ ആ വെളിപ്പാടിൽ നിന്ന് വേണം പരിശുദ്ധാത്മാവ് ആരാ എന്ന് വ്യാഖ്യാനിക്കേണ്ടത്. അങ്ങനെ നാം വ്യാഖ്യാനിച്ചില്ലെങ്കിലുള്ള അപകടം എന്താ? നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തീയാണെന്നും പിന്നെ അങ്ങനെയൊക്കെയുള്ള വിഘടിതമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലൊക്കെ നമ്മൾ ഒരു വാക്യമൊക്കെ എടുത്തങ്ങ് പോകും. അതുകൊണ്ട് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന ആ വെളിപ്പാടിൽ നിന്ന് വേണം പരിശുദ്ധാത്മാവ് ആരാ എന്ന് വ്യാഖ്യാനിക്കേണ്ടത്. എന്നാൽ അതിലേക്ക് നമുക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് പോകാൻ സമയമില്ല. കർത്താവ് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ച കാര്യം മാത്രമാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് എന്താണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത്? ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ ലേഖനവും നമ്മളൊന്ന് വായിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിന്റെ 4 വാക്യം കൂടെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ, യേശു പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, പിതാവിൻ്റെ വാഗ്ദത്തം, ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാണ്? പിതാവ് കൊടുത്ത, പിതാവ് തന്ന, പിതാവ് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ഈ വാഗ്ദത്തത്തെ തരുമെന്ന് പിതാവ് എവിടാ പറഞ്ഞത്? പഴയ നിയമത്തിൽ നമുക്ക് അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, എഹെസ്കേൽ പ്രവാചകൻ 36:25 ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പിതാവ് തൻ്റെ ആത്മാവിനെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കും. പിതാവിൻ്റെ വാഗ്ദത്തം. 2, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറയുന്ന രണ്ടാമത്തെ കാര്യം 14 അധ്യായം അതിൻ്റെ 16 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാനത് വായിക്കാം. 14:16 നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 16 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. ഇപ്പൊ രണ്ടാമത് യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് മറ്റൊരു കാര്യസ്ഥൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. വേറെ ഒരു കാര്യസ്ഥൻ എന്നല്ല, മറ്റൊരു കാര്യസ്ഥൻ. അതിൻ്റെ അർത്ഥം എന്താ? ഓൾറെഡി ഒരു കാര്യസ്ഥൻ ഉണ്ട്, ഇനി മറ്റൊരു കാര്യസ്ഥനും കൂടെ നിങ്ങൾക്ക് നൽകാൻ പോവുക. അതേതാ? ഓൾറെഡി ഉള്ള കാര്യസ്ഥൻ ആരാ? മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവാണ് ഇപ്പോൾ ഉള്ള കാര്യസ്ഥൻ. ഓക്കെ, ഇനി മറ്റൊരു കാര്യസ്ഥനെ തരാൻ പോകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഇവിടെ കാര്യസ്ഥൻ എന്നതിന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാനേ സമയമുള്ളൂ നമുക്ക്. അഡ്വക്കേറ്റ് എന്നാണ് നല്ല ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ് ഈ കാര്യസ്ഥൻ എന്നുള്ളത്. അതിനെ ചില ട്രാൻസ്ലേഷനിൽ കംഫർട്ടർ എന്നും ഹെൽപ്പർ എന്നും സഹായകൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അതിനെ അല്പം കൂടെ നല്ലതായി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന്, ഇപ്പം നമുക്ക് എന്തിനാ അഡ്വക്കേറ്റിൻ്റെ ആവശ്യം? കോർട്ടിൽ കയറി നമുക്ക് തോന്നുന്നത് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ജഡ്ജിനോട് സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമാണ്. അപ്പോൾ അഡ്വക്കേറ്റ് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ എന്തോ ചെയ്യണമെന്ന്, അല്ലാതെ നമ്മളല്ല അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കാര്യസ്ഥൻ നമുക്ക് പറഞ്ഞു നൽകും ഈ ലോക ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് കാര്യസ്ഥൻ പറഞ്ഞു തരും. ഓക്കെ, പറഞ്ഞു തരും.
ഇതിനിടയ്ക്ക് ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ. കാര്യസ്ഥൻ പറഞ്ഞു തരണമെങ്കിൽ കാര്യസ്ഥൻ പറഞ്ഞു തരുന്ന മീഡിയം നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമാണ്. വേദപുസ്തകത്തിൽ നിന്നായിരിക്കും കാര്യസ്ഥൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. അത് ഞാൻ വിശദീകരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ കാര്യം വളരെ മുമ്പോട്ട് വിശദീകരിക്കും. അപ്പം കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് വളരെ നാം ശ്രദ്ധിക്കണം. അത് പെന്തക്കോസ്ത് സമൂഹം ഈ കാര്യം എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കണ്ടോ? 17-ാമത്തെ വാക്യം നോക്കിക്കേ, 14-17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാഞ്ഞാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. യേശു എങ്ങനെ പരിശുദ്ധാത്മാവിനെ സംബോധന ചെയ്യുന്നത്? അതിനെ എന്നല്ല, അവനെ എന്നാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. എന്താ ഞാൻ ഇങ്ങനെ പറഞ്ഞു? ഞാനിപ്പം ഈ 2-3 കാര്യം പറഞ്ഞല്ലോ. 1, പിതാവിൻ്റെ വാഗ്ദത്തം. 2, കാര്യസ്ഥൻ, അഡ്വക്കേറ്റ്. 3, പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിയാണ്. ഞാനത് അല്പം കൂടെ ഒന്ന് വിശദീകരിക്കാം. എന്നാൽ അടുത്തൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഈ 3-ാമത്തെ പോയിന്റ് ഒന്നുകൂടെ വിശദീകരിക്കാം. 4, പരിശുദ്ധാത്മാവിൽ കൂടെയാണ് പിതാവായ ദൈവവും പുത്രനും ഒരു ദൈവ പൈതലിനുള്ളിൽ വസിക്കുന്നത്. നോക്കിക്ക് 23-ാമത്തെ വാക്യം, 23-ാമത്തെ വാക്യം, 14-23. അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ, ബഹുവചനമാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ ഞായറാഴ്ച വന്നു പോകുന്നതാണോ? അല്ല, വാസം ചെയ്യും, വസിക്കും. അപ്പം 17-ാം വാക്യത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കും. 23-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ കൂടെ പിതാവും പുത്രനും ഒരുവന്റെ ഉള്ളിൽ വന്ന് വസിക്കും. അപ്പൊ ത്രിയേക ദൈവം വസിക്കുന്ന മന്ദിരമാണ് എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം. ത്രിയേക ദൈവം വസിക്കുന്ന. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാ? വസിക്കാനാ. ടു ഡ്വെൽ ഇൻ അസ്. എന്താ വസിക്കേണ്ട അർത്ഥം? ഗസ്റ്റായിട്ടല്ല. പാസ്റ്റർമാർ വീട്ടിൽ വരുമ്പോൾ നല്ല മലയാളികളായ നമ്മൾ പാസ്റ്റർമാരോട് പറയുന്നൊരു കാര്യമാണ്, പാസ്റ്ററെ ഇത് പാസ്റ്ററിൻ്റെ വീട് പോലെ കരുതണം, പറയാറുണ്ട്. എന്ത് വേണേലും കുടിക്കുകയും കഴിക്കുകയും എന്ത് വേണം, ഇത് പാസ്റ്ററിൻ്റെ വീട് പോലെ കരുതണം. ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവിൻ്റെ ഡ്യൂട്ടിക്ക് അങ്ങ് പോയെന്ന് വിചാരിച്ചോ, തിരിച്ച് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പം സോഫ മാറിക്കിടക്കുന്നു, മേളി വെച്ചിരുന്ന ക്ലോക്ക് മാറിക്കിടക്കുന്നു, ഫ്രിഡ്ജിൻ്റെ സ്ഥലം മാറി. അപ്പോൾ ആൾക്ക്, ഈ ഭാര്യയും ഭർത്താവിന് മനസ്സിലാണില്ല ഇതെന്താ. ഉടനെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇതെന്താ പാസ്റ്റർ ഇങ്ങനെ? അല്ല, നിങ്ങൾ പറഞ്ഞു എൻ്റെ വീട് പോലെ കരുതാൻ, ഞാനതുകൊണ്ട് ഇതത്ര ഭംഗിയായിട്ട് തോന്നിയില്ല, ഞാനങ്ങ് മാറ്റി. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സന്തോഷം വരുമോ? വരത്തില്ലല്ലേ? കാരണം നമ്മളതങ്ങ് പറഞ്ഞതാ, അങ്ങ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതാ. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഭരണം ചെയ്യുന്ന അനുഭവം ഒരു ദൈവത്തിൽ ഉണ്ടാകണം. പിതാവായ ദൈവം, പുത്രനും പരിശുദ്ധാത്മാവും ഒരുവന്റെ ജീവിതത്തിൽ ഭരിക്കുന്ന, എല്ലാ മേഖലകളിലും ഭരിക്കുന്ന അനുഭവത്തെയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നത് നമുക്കിങ്ങനെ ഞായറാഴ്ച ദിവസം പാട്ടിൻ്റെ അവസാന കുറച്ച് മിനിറ്റ് അന്യഭാഷ പറയാൻ വേണ്ടിയല്ല,
പരിശുദ്ധാത്മാവ് വന്നത് നമ്മളെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കാൻ, ടു റൂൾ, വസിക്കാനാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ വല്ലപ്പോഴും വന്നും പോയി നിൽക്കാനല്ല, നമ്മളിൽ വസിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ വാഗ്ദത്തമാണ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ ഇത് പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ വസിക്കുമെന്ന്. 2, പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനാണ്, അഡ്വക്കറ്റാണ്. 3, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. 4, പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിനുള്ളിൽ വസിക്കും, ഇൻഡ്വെൽ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇനിയാണ് 5ാമത്തെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഇന്ന് കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചതിൽ ഉള്ളത്. പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രൈമറി റോൾ എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച 15ാം വാക്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 16ന്റെ 14ാം വാക്യം ഒന്ന് വായിച്ചു. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പം പരിശുദ്ധാത്മാവ്, 5ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പഠിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ യേശുക്രിസ്തുവിൽ നിന്നുള്ളത് എടുത്ത് നമ്മളെ അറിയിക്കുകയും ആരെ മഹത്വപ്പെടുത്തുകയും ചെയ്യും? യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പൊ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രൈമറി വർക്കാണ് ആർക്ക് മഹത്വം കൊടുക്കും? യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 3ാമത്തെ പോയിന്റിലേക്ക് ഞാൻ ഒന്നുകൂടെ വരാം. പരിശുദ്ധാത്മാവ് ആരാ? ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ശക്തി ഉള്ള വ്യക്തിയാണ്. ഇന്നത്തെ അപകടം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമാണ് ഇത് കാണുമ്പോൾ. എന്താ ഇന്നത്തെ അപകടം? പരിശുദ്ധാത്മാവിനെ ഞാൻ ഒരു ശക്തിയായിട്ട് കണ്ടാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി എന്തായിത്തീരും? ഞാൻ റെഡിയാവും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം എടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ വായിച്ചാൽ മതി. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 9 തൊട്ട് 24-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മന്ത്രവാദി അറിയാം, അല്ലേ? ഷീമോൻ എന്ന മന്ത്രവാദി. പുള്ളി സ്നാനപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്, പാസ്റ്ററിന് ഇവിടെ നടക്കുന്നുമുണ്ട്. പക്ഷേ ഈ പണത്തോടുള്ള സ്നേഹം ഇതുവരെ പോയിട്ടില്ല. പത്രോസ് യെരുശലേമിൽ വന്ന ആൾക്കാരുടെ മേൽ കൈതൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ പുള്ളി പൈസയും കൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഇത് എനിക്ക് കൂടെ തരാൻ. അപ്പൊ എന്തിനാ ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ ചിന്തിച്ചത്? ഇത് ഞാൻ പൈസ കൊടുത്ത് എനിക്ക് കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് കണ്ടാൽ അപകടം, ഞാൻ ഭയങ്കര നെഗളിയാവും. ഞാൻ എന്തോ പിന്നെ ചിന്തിക്കുക അറിയാമോ? എനിക്ക് വന്ന അഭിഷേകം, എൻ്റെ മേളിൽ വന്ന പകർച്ച വേറെ ആർക്കും വന്നിട്ടില്ല. ഭയങ്കര നെകളാവും. പിന്നെ എനിക്ക് വന്ന പകർച്ചയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കണം. നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കുക, എൻ്റെ കയ്യിലൊക്കെ ഒന്ന് തൊട്ട്, ഇന്ന് നമ്മൾ കാണുന്നത് പോലൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് തൊട്ടോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പകർച്ച അങ്ങോട്ട് കിട്ടും. കാരണം എന്താ? ഇതെല്ലാം എന്നിലെ കൈ പകർന്നിരിക്കുന്നത്. ഇത് ഭയങ്കര അപകടമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് കണ്ടാൽ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആണ് എന്നുള്ള ചിന്ത അവിടെ വരുന്നുണ്ട്, നെകളമായിരിക്കും വരുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്. അന്ത്യോക്യ സഭ കൂടി വന്ന് ഉപവസിച്ചപ്പോൾ അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, പൗലോസിനെയും സീലാസിനെയും എൻ്റെ വേലയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. ആരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് വേർതിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് വേർതിരിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേവലം ഒരു തീയോ ശക്തിയോ അല്ല. പ്രത്യേകത, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്നത്.
പരിശുദ്ധാത്മാവ് ആരാ പ്രിയരെ? കേവലം ഒരു തീയാണോ? പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയാണോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യം വായിക്കുമ്പോൾ പത്രോസ് അനന്യാസിനോടും സഫീറയോടും പറയുന്നൊരു കാര്യമുണ്ട്. 3-4. അപ്പോൾ പത്രോസ് അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തെ വിലയിൽ കുറെ എടുത്തുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ആരോട് വ്യാജം കാണിക്കാൻ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ. എന്നിട്ട് ഉടനെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, അത് വിൽക്കും മുമ്പേ നിന്റേതല്ലായിരുന്നോ? വിറ്റ ശേഷം നിന്റെ വായിച്ചു. അത് വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചെന്ത്? മനുഷ്യനോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവ് ആരാ? ദൈവം. ഈസ് വെരി ഗോഡ്, ദൈവം. അപ്പൊ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഒരു തീയോ ഒരു ശക്തിയുമല്ല, സാക്ഷാൽ ദൈവം. ഈ ഒരു ചിന്ത എനിക്ക് മനസ്സിലായാൽ ഞാൻ നെകളിയാകുകയില്ല. ഒടിയോളം താന്ന് മുട്ടുമടക്കി, ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഞാൻ ആരാ എന്ന് നാം പറയും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശക്തിയായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഞാൻ തുനിയുമ്പോൾ, ഒരു നെകളം മനോഭാവം എന്നിൽ വരുമ്പോൾ, ഇതാരാ? ഇത് ദൈവമാണ്, സാക്ഷാൽ ദൈവം. വ്യക്തിയാണ്, എനിക്ക് വ്യാജം കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തിയോടെ വ്യാജം കാണിക്കാൻ പറ്റത്തുള്ളൂ. ശക്തിയോട് വ്യാജം കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വ്യക്തിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തി എന്നുള്ള കാര്യം വളരെ വിശാലമായി പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ഒറ്റ വാക്യത്തെ പറഞ്ഞുള്ളൂ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാൻ പറ്റുമെന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മ വ്യക്തിയായതുകൊണ്ടാണ്. ശക്തിയുടെ എതിരെ നമുക്ക് വ്യാജം കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഇന്ന് വായിച്ച ഈ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. അപ്പം പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ വാക്തത്വമാണ്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, വ്യക്തിയാണ്. വിശ്വാസികളുടെ ഉള്ളിൽ, യേശുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഉള്ളിൽ വസിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ ഉള്ളിൽ പ്രൈമറിയായി വരുന്നത് യേശുവിനെ മഹത്വപ്പെടുത്തുവാനാണ്, ടു ഗ്ലോറിഫൈ ജീസസ്. പ്രിയരെ, എവിടൊക്കെ യേശു മഹത്വപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. എവിടെല്ലാം മനുഷ്യനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ എങ്ങും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ല കേട്ടോ. അവിടെ എങ്ങും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റത്തില്ല. എവിടെല്ലാം യേശു ക്രിസ്തുവും തൻ്റെ ക്രൂശ് മരണവും തൻ്റെ രക്ഷണ പ്രവൃത്തി മഹത്വപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പം പരിശുദ്ധാത്മാവ് വന്നത് എന്തിനാണ്? യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനാണ്. പ്രാരംഭമായി പരിശുദ്ധാത്മാവ് ഒരു ദൈവവൈദ്യൻ്റെ ഉള്ളിൽ വന്നത്. ഇനി വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, 16-13. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഓക്കെ, ഞാൻ ആ വാക്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യാൻ നമുക്ക് സമയമില്ല, കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. അത് ശ്രദ്ധിക്കണം വളരെ. അപ്പൊ പരിശുദ്ധാത്മാവ് സ്വയമായി ഒന്നും സംസാരിക്കത്തില്ല, പിന്നെ എന്തു പറയും? കേൾക്കുന്നതേ സംസാരിക്കത്തുള്ളൂ. പ്രിയരെ, യേശുവും അതുപോലെയായിരുന്നു. നോക്കിക്കേ, ചില വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. 12-ാം അധ്യായം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 12-ാം അധ്യായം 49-50 വാക്യം ഒന്ന് വായിച്ചോ. 49 and 50. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 49 to 50. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ മതി. അപ്പം യേശുവും സ്വയമായി സംസാരിക്കാതെ പിതാവ് പറയുന്നത് അത്രേ യേശു എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു വാക്യം കൂടെ. 7-ാം അധ്യായം അതിൻ്റെ 16 തൊട്ടൊന്ന് വാക്യം വായിച്ചു. യോഹന്നാൻ 7-ന്റെ
16 തൊട്ടുള്ള വാക്യം. John chapter 7, verse 16 onwards. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നോ എന്നറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിൽ ഇല്ല. അപ്പൊ കണ്ടോ, യേശു തൻ്റെ ശുശ്രൂഷയിൽ താൻ സ്വയമായി സംസാരിക്കാതെ, എന്ന് പറഞ്ഞാൽ തൻ്റെ ഇനിഷ്യേറ്റീവിൽ സംസാരിക്കാതെ, പിതാവ് പറഞ്ഞതും പിതാവ് കാണിച്ചതുമായിരിക്കുന്ന കാര്യമായിരുന്നു യേശു പറഞ്ഞതും ചെയ്തതും. അനേകം വേറെ വാക്യങ്ങളുണ്ട്. 14:10 നമുക്ക് ഇതേ കാര്യം നമുക്ക് കാണാൻ കഴിയും. 14:10, പിന്നെ നമ്മൾ ഈ വായിച്ച 2 വാക്യങ്ങൾ. അപ്പോൾ യേശു പിതാവ് ചെയ്തതും പിതാവ് പറഞ്ഞതും പിതാവ് കാണിച്ചതുമായിരിക്കുന്ന കാര്യമാ ചെയ്തെങ്കിൽ പരിശുദ്ധാത്മാവ് എങ്ങനായിരിക്കും? നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ എങ്ങനാ? താൻ സ്വയമായി സംസാരിക്കാതെ, പിന്നെ താൻ വായിച്ചോ, താൻ സ്വയമായി സംസാരിക്കാതെ, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടുന്ന് കേൾക്കുന്നത്? എവിടുന്ന് കേൾക്കുന്നത്? 14-ാമത്തെ വാക്യം. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു നൽകും. അപ്പൊ പരിശുദ്ധാത്മാവ് എവിടുന്ന് കേട്ട് എവിടുന്ന് കണ്ടിട്ടാണ് അറിയിച്ചു നൽകുന്നത്? യേശുവിൽ നിന്ന് കേട്ട് യേശുവിൽ നിന്ന് നമുക്ക് അറിയിച്ചു നൽകും. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ദൈവമക്കൾ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഓൾറെഡി യേശുവിൽ നിന്ന് കേട്ടത്, യേശുവിൽ നിന്ന് യേശു പറഞ്ഞത് തൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ നമുക്ക് എഴുതി വേദപുസ്തകമായി നമ്മുടെ കയ്യിൽ ഓൾറെഡി നൽകിയിരിക്കുന്നു. ചാപ്റ്റർ ക്ലോസ്. ഒന്നുകൂടെ പറയാം, നമുക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ളത്, നമ്മുടെ നിത്യജീവൻ ആവശ്യമുള്ളത്, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞത്, യേശു പഠിപ്പിച്ചത് ഇതെല്ലാം എടുത്തുകൊണ്ട് താൻ നിയമിച്ച അപ്പോസ്തലന്മാരിൽ കൂടെ നമുക്ക് എഴുതി നൽകിയിരിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നമ്മളോട് പറയുന്നെങ്കിൽ അത് ഓൾറെഡി എഴുതപ്പെട്ട കാര്യത്തിൽ നിന്നും വെളിപ്പെടുത്തി കൊടുത്ത കാര്യത്തിൽ നിന്നായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത്. അല്ലാതെ ഒരാൾ എഴുന്നേറ്റിട്ട് എനിക്ക് ഇപ്പോൾ ഒരു പുതിയ വെളിപ്പാട് കിട്ടി, എനിക്കിപ്പോ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ സൂക്ഷിക്കണം. കാരണം പരിശുദ്ധാത്മാവിന് നമുക്കിനി ഒരു പുതിയ കാര്യം തരാനില്ല. ഓൾറെഡി പിതാവിൽ കൂടെ യേശു സംസാരിച്ചു. യേശു സംസാരിച്ചതിൽ കൂടെ പരിശുദ്ധാത്മാവ് തന്നിൽ വിശ്വസിക്കുന്നവന് പറഞ്ഞു കൊടുക്കും. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി പോയാലുണ്ടല്ലോ, നമ്മൾ ആറ് ചതിക്കുഴിയിൽ വീണ് വഞ്ചിക്കപ്പെട്ട് പോവത്തില്ല പറയേ. ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ അങ്ങോട്ട് പൊക്കി കർത്താവിന് മഹത്വപ്പെടുത്തി. എന്തിനാണെന്നറിയോ? കർത്താവേ, എനിക്ക് ഈ പുസ്തകം തന്നതിനായി സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ വട്ടം കറങ്ങിപ്പോയനെ, അല്ലെങ്കിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയനെ. സ്തോത്രം, എനിക്ക് പുസ്തകം തന്നതിനായി സ്തോത്രം. പല കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ ഹൃദയവേദനയുണ്ട്, ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ട്, ആഴമുള്ള ദുഃഖമുണ്ട്. പലപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. പക്ഷെ അവിടുന്ന് എനിക്ക് നൽകി തന്ന ഈ പുസ്തകത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല സത്യത്തിലും പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ നടത്തുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ സത്യം ഇന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഒരു പുതിയ ഉപദേശം ഇനി പറയാനില്ല. ഒരു പുതിയ വെളിപ്പാട് ദൈവമക്കൾക്ക് ഇനി ദൈവത്തിന് തരാനില്ല. തരാനുള്ളതെല്ലാം യേശു സംസാരിച്ചത് പരിശുദ്ധാത്മാവ് തനിക്ക് നിയമിക്കപ്പെട്ട അപ്പോസ്തലന്മാർക്ക് എഴുതി ഇത് കൊടുത്തിരിക്കുക, തന്നിരിക്കുക. സ്തോത്രം. ഇനി ആരെങ്കിലും പറയാം ഞാൻ അപ്പോസ്തലനാ എന്നൊക്കെ പറയാൻ വന്നാൽ, ഓക്കെ,
അങ്ങനെ നോക്കി നമ്മളെല്ലാവരും അപ്പോസ്തലന്മാരാ ഇല്ലേ? എല്ലാവരും കർത്താവ് ഐക്യപ്പെട്ടതാ. അതായത് അപ്പോസ്തലന്റെ അർത്ഥം ഐക്യപ്പെട്ടെന്ന. എല്ലാവരും കർത്താവിനോട് ഐക്യപ്പെട്ടവരാ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, യേശുവിൻ്റെ അപ്പോസ്തലനാകാൻ വേണ്ടി ചില ക്വാളിഫിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ കയറി ആകാൻ പറ്റത്തില്ല. എന്താ ക്വാളിഫിക്കേഷൻ? അതും കൂടെ ഒന്ന് വായിച്ചിട്ട് ഈ കുറിവാക്യത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം. യൂദ പോയ സ്ഥലത്ത് വേറൊരാളെ തെരഞ്ഞെടുത്തത് നമുക്കവിടെ കാണാൻ കഴിയുമല്ലോ. 2-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 21-ാമത്തെ വാക്യം തൊട്ട് 21-ാമത്തെ വാക്യം തൊട്ട് 1:21. Acts chapter 1 verse 21. No, sorry. വായിക്കട്ടെ. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന മറുപേരുള്ള ബർഷബ എന്ന യോസഫ്, മത്യാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ 2 പേരിൽ ഏവനെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അപ്പൊ അപ്പോസ്തലനാകണമെങ്കിൽ എന്തൊക്കെ ഗുണം വേണം നോക്കിക്ക്. അവിടെ 21, 22 വാക്യത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ നടന്ന് ശുശ്രൂഷ ചെയ്ത് ഐ വിറ്റ്നസ്സസ്, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷി ആകുന്ന വ്യക്തിക്ക് മാത്രമേ അപ്പോസ്തോലൻ ആകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അപ്പോസ്തലന്മാരാരും ഉണ്ടോ? ഇല്ല. ഈ 12 പ്ലസ് ഒരാളും കൂടെ ഉണ്ട്, പൗലോസ്. തൻ്റെ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ലേഖനങ്ങളുടെ ആരംഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിൻ്റെ കൽപ്പനയാൽ നിയമിക്കപ്പെട്ട, ദൈവത്താൽ വിളിക്കപ്പെട്ട അപ്പോസ്തോലൻ, കർത്താവിനെ കണ്ട അപ്പോസ്തോലൻ. അങ്ങനെ 12 പ്ലസ് 1 13 ഒറിജിനൽ അപ്പോസ്തലന്മാരെ ഉള്ളൂ. അവർക്കാണ് ഈ പുസ്തകം എഴുതാൻ അധികാരം കൊടുത്തിരിക്കുന്നത്. അവർക്കാണ് പരിശുദ്ധാത്മാവ് യേശു പഠിപ്പിച്ച കാര്യം ഓർപ്പിച്ച് ഈ തിരുവെഴുത്തുകളെ തന്ന് ഈ വെളിപ്പാടിനെ എന്ത് ചെയ്തു? പൂർത്തീകരിച്ച് നമുക്ക് തന്നിരിക്കുക. എഫെസ്യർക്കെഴുതിയ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, സഭയുടെ അടിസ്ഥാനം എവിടെ? പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരിലും. ഫൗണ്ടേഷൻ ഓൺ പ്രോഫറ്റ്സ് ആൻഡ് ദി അപ്പോസ്റ്റൽസ്. അത് ഏത് അപ്പോസ്റ്റലന്മാരാ? ക്രിസ്തുവിൻ്റെ ഐ വിറ്റ്നസ്സസ് ആയിരുന്ന അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. ഇതെന്താ ഞാനിങ്ങനെ പറയുന്നതെന്നറിയാമോ? കാരണം ഇന്ന് പല പുതിയ ഉപദേശങ്ങൾ വരുന്നതിൽ പറയുന്നത് ഞങ്ങൾക്കും ആ അപ്പോസ്തലന്മാരെ പോലെ അധികാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് എന്തോ പറഞ്ഞാലും അത് ആത്മാവ് പറയുന്നതാണ് എന്ന്. ഇത് പുതിയ ഉപദേശമാണ്, ഇത് പുതുതായിട്ട് കിട്ടിയ വെളിപ്പാടാണ്, പ്രാപിച്ചോ എന്ന് പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കൾ എല്ലാവരും ഐക്യപ്പെട്ടവരാണ്, അപ്പോസ്തലന്മാരാണ്. എന്നാൽ 13 അപ്പോസ്തലന്മാർ വേർവിട്ട് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത് ഈ 13 പേരെ ഉള്ളൂ. കർത്താവ് തെരഞ്ഞെടുത്തതും ശേഷം ശിഷ്യന്മാർ തെരഞ്ഞെടുത്തതുമായ 13 അപ്പോസ്തലർ. അവർക്കാണ് കർത്താവ് എന്തു കൊടുത്തിരിക്കുന്നത്? ഈ വചനം, തിരുവചനങ്ങളെ എഴുതുവാനുള്ള, ഈ വെളിപ്പാടുകളെ കൊടുക്കുവാനുള്ള ആ അടിസ്ഥാനത്തിലാണ് ദൈവസഭ എന്ത് ചെയ്തിരിക്കുന്നത്? പണിതിരിക്കുന്നത്. ഇനി ഒരു പുതിയ അപ്പോസ്തലനോ, ഇനി ദൈവത്തിൻ്റെ കൽപ്പനകളാൽ ഒരു അപ്പോസ്തലനോ ഇല്ല എന്നുള്ള കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ഇനി ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 16-ാമത്തെ യോഹന്നാൻ 16:13. സത്യത്തിൻ്റെ ആത്മ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. എന്തോ കേൾക്കുന്നത്? യേശു പഠിപ്പിച്ചതും യേശു കാണിച്ചതുമായിരിക്കുന്നത് കേട്ട് നമുക്ക് എന്ത് ചെയ്യും? പഠിപ്പിച്ചു നൽകും. 14-ാമത്തെ വാക്യം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്
നിങ്ങൾക്ക് അറിയിച്ചു നൽകുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ജീസസ് പറഞ്ഞ വചനത്തെ ഹോളി സ്പിരിറ്റ് എടുത്ത്, അതാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വചനം, അതാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ വേദപുസ്തകം. അതിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എടുത്ത് അവൻ അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഈ വചനത്തിൽ കൂടെ ജീസസിന്റെ സ്വഭാവത്തെ, ജീസസിന്റെ ലൈഫിനെ, ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത്, എങ്ങനെ സാക്ഷീകരിക്കണമെന്നുള്ളത് എല്ലാം ആ വ്യക്തിയെ പഠിപ്പിക്കും തിരുവചനത്തിൽ കൂടെ. ഇതിൻ്റെ ബൗണ്ടറി വിട്ട് പരിശുദ്ധാത്മാവ് ഒരു പുതിയ പണിയും ചെയ്യത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ദൈവസഭയിൽ പറയുന്ന ഒരു കാര്യം, ഒരു സ്റ്റീം ഇഞ്ചിന് വേണം ഒരു ട്രെയിനിൻ്റെ ബോഗിയെ വലിക്കാൻ. സ്റ്റീം ഇഞ്ചൻ വേണം, അതിന് പവർ വേണം. പക്ഷെ പവർ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ സ്റ്റീം എഞ്ചിനും ആ ബോഗിയും പോകണമെങ്കിൽ ഒരു റെയിൽ വേണം, ഒരു റെയിൽ പാതം വേണം. ആ റെയിൽവേ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ റെയിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ആ ബോഗിക്ക് ചെന്നെത്തേണ്ട സ്ഥാനത്തിലെത്താൻ കഴിയത്തില്ല. ഇന്ന് പവർ മാത്രം മതി, ശക്തി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഈ റെയിലിനെ, ഈ തന്നിരിക്കുന്ന ഈ റെയിലിനെ എടുത്ത് കളയുക. ഇത് വേണ്ട, ഇത് ഇല്ലാതെയും നമുക്ക് അങ്ങ് എത്താം എന്ന് പലരും ചിന്തിക്കുക. ദുരുപദേശം കേട്ടോ പ്രിയരെ. പരിശുദ്ധാത്മാവ് തിരുവചന പ്രകാരം അത്രേ ഒഴുകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് തിരുവചന പ്രകാരം മാത്രമേ നമ്മളെ നിറയ്ക്കത്തുള്ളൂ എന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വന്നിട്ട് ജീസസിനെ മഹത്വപ്പെടുത്തും. അതെങ്ങനെ ജീസസിനെ പരിശുദ്ധാത്മാവ് മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെ മഹത്വപ്പെടുത്തുന്നത്? അതിൽ ഒരു കാര്യം, ഒരു സബ്ജക്റ്റ് മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ കുറേ കാര്യങ്ങൾ ഈ 13, 14, 15 വാക്യങ്ങളിൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെല്ലാം നമുക്ക് വ്യാഖ്യാനിച്ച് പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റൊരു വാക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഹോളി സ്പിരിറ്റ് വിൽ ഗ്ലോറിഫൈ ജീസസ്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ചോദ്യം, എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഒന്നാമത്തെ വിഷയം, അതിൽ 2-3 കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ആ ഒറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ്റെ ഈ ഓപ്പൺ ഹൗസിന് വേണ്ടി സ്കൂൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടി ഞാൻ സ്കൂളിൽ പോയി റിസൾട്ട് എല്ലാം വാങ്ങിച്ച് തിരിച്ചു വരാൻ നേരത്ത് ഞാൻ കുറേ മാതാപിതാക്കളുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷം, മുഖത്ത് റോസാപ്പൂ പോലെ വിടർന്നിരിക്കുക. ചിലരുടെ മുഖം ഞാൻ നോക്കിയപ്പോൾ വളരെ ദുഃഖം ഞാൻ കാണാനിടയായി. എനിക്ക് മനസ്സിലായത്, ഒന്നെങ്കിൽ റിസൾട്ട് മോശമായിരിക്കും, 2 റിസൾട്ടിനെക്കാട്ടിൽ വളരെ വേദനയാണ് ടീച്ചർ പറയുന്നത് ബിഹേവിയർ ശരിയല്ല എന്ന് പറയുന്നത്. 100 കിട്ടിയ കുഞ്ഞിനെ അവനോട് ബിഹേവിയർ ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ പേരൻസിൻ്റെ മുഖത്തിലൊരു സന്തോഷം കാണത്തില്ല. അവന് 100 കിട്ടിയതിലല്ല പേരൻസിൻ്റെ സന്തോഷം, അവൻ്റെ ബിഹേവിയറിലാണ് വിഷയം. അപ്പം ആ ബിഹേവിയർ നല്ലതാണെന്നൊരു ടീച്ചർ പറയുമ്പോൾ ആ മാതാപിതാവിൻ്റെ സന്തോഷം, ആ മാതാപിതാവിന് മഹത്വം കിട്ടുന്നത് പോലെ ഹോളി സ്പിരിറ്റ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ജീസസിന് എങ്ങനെ മഹത്വം കൊടുക്കുന്നതെന്ന് അറിയാമോ? ജീസസിന്റെ സ്വഭാവം നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്ത് ജീസസിന് മഹത്വം കൊടുക്കും. സ്തോത്രം. യേശുവിൻ്റെ സ്വഭാവം നമ്മളിൽ രൂപാന്തരം കൊണ്ടുവന്ന് ദിനം പ്രതി റിന്യൂ നമ്മളെ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യും. ആരുടെ സ്വഭാവം? ജീസസിന്റെ സ്വഭാവം. അങ്ങനെ ജീസസിന്റെ സ്വഭാവം നമ്മളിൽ കടന്നു വരുമ്പോൾ ആർക്കാ മഹത്വം കിട്ടുന്നത്? ജീസസിന് മഹത്വം കിട്ടുക. ഹി റിസീവ്സ് ദ ഗ്ലോറി. എന്താ ഈ സ്വഭാവം? ഞാൻ 2-3 കാര്യം കാണിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് കുറിച്ചിട്ടാൽ മതി, വായിക്കാൻ സമയമില്ല. 15-10 അവിടെ കണ്ടോ? എൻ്റെ സ്നേഹം, മൈ ലവ്. യേശു പറയുകയാണ് എൻ്റെ സ്നേഹം, മൈ ലവ്. 11-ാം വാക്യം നോക്കിക്കേ, മൈ ജോയ്, എൻ്റെ സന്തോഷം. ഇനി 14-27 നോക്കിക്കേ, 14:27, മൈ പീസ്, എൻ്റെ സമാധാനം. ശ്രദ്ധിച്ചോ? സ്നേഹം,
സന്തോഷം, സമാധാനം. ഇതെവിടെ നമ്മൾ വായിക്കുന്നത്? ഗലാത്യ ലേഖനം 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. പിന്നെ അങ്ങോട്ട് നമുക്കറിയാം ഇത് ആരുടെ സ്വഭാവമാണ്, ഇത് ആരുടെ ക്യാരക്ടറാ, ഇത് ആരുടെ ഫ്രൂട്ടാ? ജീസസിന്റെ. ഈ ഫ്രൂട്ട് എന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ അങ്ങനെ ഫലം കായ്ക്കാൻ വേണ്ടിയാണ് ജീസസ് ഈ കാര്യസ്ഥനെ നമുക്ക് നൽകിയിട്ട് പോയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നിൽ ഇൻഡ്വൽ ആകുന്നത്, ഈ സ്വഭാവം ഇത് ഒറ്റ രാത്രിയും കൊണ്ട് ഒറ്റ പ്രസംഗം കൊണ്ട് നടക്കത്തില്ല. അല്ലാതെ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് ഉടനെ വരും, അങ്ങനല്ല. ഇത് അനുദിനം ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പിൽ ജീവിക്കുമ്പോഴാണ് ഈ യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. സ്തോത്രം. ഇതിൽ ആ എൻ്റെ സ്നേഹം എന്നുള്ള വിഷയം ഞാൻ അല്പം, നമ്മുടെ മുമ്പിൽ സമയം തീരാറായി, എന്നാലും ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണല്ലോ അവിടെ പറയുന്നത്. വായിച്ചു, 15-10 വായിച്ചാട്ടെ. ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 10. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സ്നേഹത്തിൽ വസിക്കും. മൈ ലവ്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്തീയ സ്നേഹവും ലൗകിക സ്നേഹത്തിന്റെ വ്യത്യാസം എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്ത്യൻ ലവ് ആൻഡ് വേൾഡ്ലി ലവ്? പെട്ടെന്നൊന്ന് പറയാമോ? 1-2 പേരൊന്ന് പെട്ടെന്ന് പറയാമോ? അവന്റെ കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനകളെ അനുസരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? അതിന് ഒരു പരിമിതിയുമില്ല, ഒരു എന്തുവാ, അൺലിമിറ്റഡ് ആൻഡ് ദർ ഇസ് നോ what do you call it, limitless. Yes. Okay. Yes, വളരെ correct. അതിന് ഒരു എന്തുവാ, നിർവ്യാജമായിരിക്കും. നിർവ്യാജം. അതിരുകളില്ല. No hypocrisy. No hypocrisy. No boundaries. അടുത്തത് വേറെ ഒരു എല്ലാത്തിനെ ദൈവത്തെ കിട്ടുന്നില്ല. ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ. ലോകത്തിലുള്ളതിനേക്കാൾ. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇതല്ലാതെ വേറെ ഒരു കണ്ടീഷനുമില്ല. ദൈവത്തിന്റെ സ്നേഹം ലോകം പകയ്ക്കുന്നതാണ്. ലോകം പകയ്ക്കുന്നതാണ്. ഓക്കെ, ജീവൻ നിങ്ങൾ പറഞ്ഞ ആൻസർ എനിക്ക് സമയമില്ല, എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരോടും ചോദിക്കണം, പക്ഷേ സമയമില്ല. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ആൻസർ വളരെ കറക്റ്റാണ് കേട്ടോ, ആരും തെറ്റിടും, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഒരു ആൻസർ പറഞ്ഞാൽ ഇതെല്ലാം അതിൽ ഉൾപ്പെടണം. നോക്കി, 1 യോഹന്നാൻ 4:7, 1 ജോൺ ചാപ്റ്റർ 4:7. എന്താ ഈ ക്രിസ്തീയ സ്നേഹവും ലൗകിക സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ്? നോക്കി, 4:7 എടുത്തിരിക്കുന്നത്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രൈമറി ഡിഫറൻസ് എന്താണെന്നറിയാമോ? ക്രിസ്തീയ സ്നേഹവും ലോകത്തിൻ്റെ സ്നേഹവുമായിട്ട്. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ സ്രോതസ്, സോഴ്സ് ഈസ് ഗോഡ്. ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ സോഴ്സ് ആരാന്നറിയാമോ? സെൽഫ്, സ്വയത്തിൽ വരുന്നതാണ് സകല സ്നേഹവും ലോകത്തിൻ്റെ. എന്നാൽ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് വരുന്നത്. ദൈവത്തിൽ ആ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഈ സ്നേഹം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 3 പേരും ഈ 3-ലും, പിതാവിനും പുത്രനും പരിശുദ്ധനും 3-ലും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുമായിരുന്നു. ആ സ്നേഹം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. വാക്യങ്ങൾ ധാരാളമുണ്ട് പറയാൻ, പക്ഷേ നമുക്കതിൽ സമയമില്ല. അപ്പോൾ സ്നേഹം എന്നുള്ളത്, ക്രിസ്തീയ സ്നേഹം എന്നുള്ളത്, ദ സോഴ്സ് ഇസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നാണ്. ഓക്കെ, ഈ സ്നേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എവിടാ? ഇത് പ്രകടമായത് എവിടാണ്? ലോകത്തിൽ പ്രകടമായത് വളരെ കറക്റ്റ്. 1 യോഹന്നാൻ 4:9-10 എഴുതിയിരിക്കുന്നത്, ആ സ്നേഹം പ്രകടമായത് ക്രൂശിലാണ്. തൻ്റെ മകനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ സ്നേഹത്തെ നമുക്ക് എന്ത് ചെയ്തു? പ്രദർശിപ്പിച്ചു. ഓക്കെ,
ആ പ്രദർശിപ്പിച്ച സ്നേഹം ഒരു ദൈവ പൈതലിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? 1 യോഹന്നാൻ 3:1. എപ്പോഴാണ്? നാം കൽപ്പന യേശുവിൽ കാൺമീൻ വിശ്വസിച്ചപ്പോൾ അവിടെ പറയുകയാണ്, കാൺമീൻ നാൻ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. അല്ലാതെ നമുക്ക് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടിയപ്പോഴല്ല, നമുക്ക് ജോലി കിട്ടിയപ്പോഴല്ല, ലോൺ പാസ്സായപ്പോഴല്ല, വീട് കിട്ടിയപ്പോഴല്ല, ഇതൊന്നിലുമല്ല സ്നേഹം പ്രകടമായത്. നാം പാപത്തിന്റെ കുഴിയിൽ കിടന്ന നമ്മളെ, എന്നെയും നിങ്ങളെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രകടമായത്. അപ്പോൾ ലോകത്തിൽ പ്രകടമായത് ക്രൂശിൽ, ദൈവമക്കളിൽ പ്രകടമായത് അവർ ദൈവത്തിൻ്റെ മക്കളായപ്പോൾ, when we become God's child. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ സ്നേഹം പ്രകടമായി, നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം അനുഭവിക്കുന്നു. ഇത് അനുഭവിക്കാൻ വേണ്ടി മാത്രമാണോ നൽകിയിരിക്കുന്നത്? അല്ല. എഫേസ്യർ 5:2 പറയുകയാണ്, എഫേസ്യർ 5:2 പറയുകയാണ്, സ്നേഹത്തിൽ നടക്കണം. വാക്ക് ഇൻ ലവ്. ആരോടായി പറയുന്നത് സ്നേഹത്തിൽ നടക്കണം? എന്നിട്ട് ആ എഫേസ്യർ ലേഖനത്തിന്റെ ആ വാക്യം നോക്കിക്കേ. എഫേസ്യർ 5:2, 5:1. എഫേസ്യർ 5:1. Ephesians chapter 5 verse 1. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. കണ്ടോ, ആരെ അനുകരിപ്പാനായി പറഞ്ഞിരിക്കുന്നത്? ഇമിറ്റേറ്റ് ഗോഡ്. ആ ദൈവ സ്നേഹം അനുഭവിച്ചവർ ആ സ്നേഹത്തിൽ എന്ത് ചെയ്യണം? നടക്കണം. സ്നേഹത്തിൽ നടക്കേണ്ട അർത്ഥം എന്തുവാ? ഈ വാക്ക് എന്ന് പറയുന്ന എഫേസ്യർ ലേഖനത്തിൽ എൻ്റെ അർത്ഥം ജീവിക്കുക എന്ന, ലിവ് എന്ന. ഈ സ്നേഹം എവിടൊക്കെ പ്രകടമാകണം ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ? ഞാൻ ഔട്ട്ലൈൻ അങ്ങ് പറഞ്ഞു പോകാം, അതിനേ ഉള്ളൂ സമയം. 1, ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹം പ്രകടമാകണം. അതെങ്ങനെ പ്രകടമാകുന്നത്? ഐ ലവ് യു ലോഡ്, ഐ ലവ് യു ലോഡ് എന്ന് 3 വട്ടം പാടിയാൽ ആവത്തില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുക. കർത്താവിനെ സ്നേഹിക്കുന്ന എങ്ങനെ? ബൈ ഒബേയിങ്. ഒബീഡിയൻസിൽ കൂടെയാണ് സ്നേഹം പ്രകടമാകുന്നത്. ഓക്കെ. 2, ലവ് ടുവേർഡ്സ് ദ ലോസ്റ്റ്. നശിച്ചു പോകുന്നവരോടുള്ള നമ്മുടെ മനോഭാവം. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, എൻ്റെ മൊബൈലിനകത്ത് വിശ്വാസികളുടെ നമ്പറാണോ കൂടുതൽ അവിശ്വാസികളുടെ നമ്പറാണോ? ഞാൻ നോക്കിയപ്പം വിശ്വാസികളുടെ നമ്പറേ ഉള്ളൂ. എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത്. നമുക്ക് കൂടുതൽ കൂട്ടുകാരെവിടാ? വിശ്വാസികളാ. അവിശ്വാസികളോട് നമ്മൾ പറയുന്നത് നമ്മൾ അവരോടൊക്കെ ഇരിക്കോ കഴിക്കോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് അങ്ങനെയല്ല ആൾക്കാർ അന്നത്തെ കാലത്ത് പറഞ്ഞത്. ലൂക്കോസ് 15:2 പറയുന്നത് പാപികളോടുകൂടി ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയുള്ള നിന്ദയൊന്നും നമ്മളിപ്പം കേൾക്കുന്നില്ല. സ്തോത്രം, ഇല്ലേ? നമ്മൾ അങ്ങനെയുള്ള നിന്ദയൊന്നും ഇതുവരെ കേൾക്കുന്നില്ല. അപ്പോൾ കർത്താവ് അങ്ങനല്ലായിരുന്നു, പാപികളോടുകൂടെ. സക്കായിനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഇന്ന് വീട്ടിൽ താമസിക്കാൻ പോകും. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇറങ്ങില്ല. ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർ പറയാം, പാപിയുടെ വീട്ടിൽ പോകും. കണ്ടോ? അപ്പം നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരോടുള്ള ബന്ധത്തിൽ നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം പോലെ നമുക്ക് വരും. പണ്ടൊരു ദേവദാസൻ പറഞ്ഞതുപോലെ, ഈ യോനെ ഈ മത്സ്യം വിഴുങ്ങാനുള്ള പല കാരണങ്ങൾ, ഒരു കാരണം അത് അനുസരണക്കേടൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണം, ഈ മത്സ്യത്തിൻ്റെ ഈ അടിവയറ്റിലേക്ക് ചെന്നിട്ട് ഈ സമുദ്രത്തിൻ്റെ അങ്ങ് ആഴക്കടലിൻ്റെ താഴെ ചെന്ന് അവിടെ അയ്യം വിളിക്കുക. സങ്കീർത്തനമൊക്കെ പുള്ളി പാടുന്നുണ്ട്. കാരണം പുള്ളിക്ക് മനസ്സിലായി, ഇവിടെ ഒരുത്തം വന്നാൽ പോലും ഞാൻ രക്ഷപ്പെടത്തില്ല. ഇവിടെ എന്നെ രക്ഷിക്കാൻ കർത്താവിന് മാത്രമേ പറ്റൂ. അപ്പോൾ നിനവെ ചെന്ന് നഷ്ടപ്പെട്ടവരോടൊരു ദൂത് ഇവനോട് പറയണമെങ്കിൽ ആ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ പുള്ളി മനസ്സിലാക്കണം. സ്തോത്രം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കഴിഞ്ഞ കുറേ വർഷം മുമ്പ് മലേഷ്യയുടെ ഒരു ഫ്ലൈറ്റ് മുങ്ങിപ്പോയി. കുറേ നാൾ വരെ തപ്പി, പിന്നെ ചിലതൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, അത് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഇത്രയും
സൊഫസ്റ്റിക്കേറ്റഡ് ആയിരിക്കുന്ന ഇക്വിപ്മെൻറ്റും ഫ്ലൈറ്റും ഒക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഒരു കളഞ്ഞുപോയ ഒരു ഫ്ലൈറ്റിനെ കണ്ടെത്താൻ പറ്റത്തില്ലെങ്കിൽ ആ കാലത്ത് മത്സ്യത്തിൻ്റെ ഉള്ളിൽ പോയ യോനെ ഏത് മിഷൻ കൊണ്ട് പിടിക്കാൻ പറ്റും? ദൈവത്തിനല്ലാതെ ഇവനെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധ്യം ആ ഉള്ളി വരാൻ വേണ്ടി കീഴിലേക്ക് കൊണ്ടിട്ടിട്ടും. നോക്കിക്കേ പ്രിയരെ, ഇതാണ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥ. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവന് സ്വയമേ മേളി വരാൻ പറ്റത്തില്ല. ലോർഡ്, യു ആർ ഓൺലി ദ സാൽവേഷൻ. അങ്ങക്ക് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നവരെ കുറിച്ച് പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ ഇടയാക്കുമാറാകട്ടെ. പാപികളെ പോലെ ആവരുത്, പക്ഷെ പാപികളെ സ്നേഹിക്കുന്ന, അവരോട് സുവിശേഷം പറയാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പിന്നെ കർത്താവ് ഇത് പറഞ്ഞിട്ട് 3 ഉപമകൾ പറയുന്നുണ്ടല്ലേ? എന്തൊക്കെയാ 3 ഉപമകൾ ഒന്ന് പറയാമോ? ഇതാരാ നമ്മളോട് പറഞ്ഞേ? കർത്താവാന്ന് പറഞ്ഞത് ബൈബിളിന്റെ മേളിൽ എഴുതിയിട്ടുണ്ടോ? കാണാതെ പോയ ആട്, കാണാതെ പോയ ദ്രഹ്മ, കാണാതെ പോയ മകൻ. ബൈബിളിന്റെ മേളിൽ എഴുതിയിട്ടുണ്ടല്ലേ? പക്ഷെ അതാണ് കർത്താവ് പറഞ്ഞ ഉപമ. ആടിനെ കുറിച്ചല്ല, ദ്രഹ്മയെ കുറിച്ചല്ല, മകനെ കുറിച്ചല്ല. കർത്താവ് പറഞ്ഞ ഉപമ ദൈവമാരാന്ന് കാണിക്കുക. ആ ഇടയനെ പോലെ, ആ സ്ത്രീയെ പോലെ, ആ പിതാവിനെ പോലെ നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാൻ വേണ്ടി അത്രേ പുത്രനെ അയച്ചത്. അതാ ഇവിടുത്തെ പ്രതിവാദ വിഷയം. നഷ്ടപ്പെട്ടു പോയ മകൻ ഒന്നാണോ? ഇല്ല. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് വിചാരിക്കും ഇളയ പയ്യൻ അയച്ചൊരു മോശം. കാരണം വായിച്ചു വരുമ്പോൾ ഇളയവൻ നല്ലതാവും, തിരിച്ചു വന്നല്ലോ, മൂത്തവൻ അതിനെക്കാട്ടി കേട്. അപ്പം ഒരു പയ്യനല്ല, 2 മകനാ. അപ്പം നമ്മുടെ ബൈബിൾ തലക്കെട്ട് നോക്കി നമ്മൾ വായിക്കരുത്. എന്താ ദൈവം? പരീശന്മാരോട് പറയുക, ഹൂ ഈസ് ഗോഡ്? ഹി ലവ്സ് ദ സിന്നേഴ്സ്, ഹി ഹാസ് കം ടു സീക്ക് ദ സിന്നേഴ്സ്. പാപികളെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി വീട്ടിൽ കൊണ്ടുവരുന്ന ഈ 3 ഉപമകളിൽ നോക്കിക്കേ, എല്ലാവരും വീട്ടിൽ മടങ്ങി വരുന്നുണ്ടല്ലേ? ആട്, ദ്രഹ്മ, ആ മകൻ, 3 മടങ്ങി വരുന്നുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, മടങ്ങി വന്നതിന് ശേഷം 3 സന്തോഷമുണ്ട്. സെലിബ്രേഷൻ, ഭയങ്കര സന്തോഷമാണ്. 3 ഒരു കാര്യം ശ്രദ്ധിച്ചോ, മാനസാന്തരം, റിപ്പൻറ്റൻസ്, ഒരു മടങ്ങി വരും, ഒരു റിപ്പൻറ്റൻസ് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, 2 കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. 1 ദൈവത്തോടുള്ള ബന്ധത്തിൽ, 2 നഷ്ടപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ, 3 വിരോധികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. വിരോധികളോടുള്ള ബന്ധത്തിൽ. വാക്യങ്ങൾ എനിക്ക് ധാരാളം ഉണ്ടെങ്കിലും പറയാൻ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. നമുക്കറിയാം ക്രൂശിൽ കിടന്ന കർത്താവ് തൻ്റെ ആ സ്നേഹം എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് റൈറ്റിലുള്ള കള്ളൻ നല്ലവനും ലെഫ്റ്റിലുള്ള കള്ളൻ മഹാമോശക്കാരനുമാണ്. പക്ഷെ അങ്ങനല്ല. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 27-44 വാക്യം വായിക്കുമ്പോൾ 2 പേരും കർത്താവിനെ എന്ത് ചെയ്തു? ദേ ബോത്ത് ഓഫ് ദം. അപ്പോൾ 2 പേരും കൊള്ളവരാത്തല്ല, 2 പേരും പാപികളാണ്, 2 പേരും കള്ളന്മാരാ, 2 പേരും നരകത്തിൽ പോകാൻ തുല്യരായിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരുവൻ്റെ ഉള്ളിൽ മാനസാന്തരം വന്നു. ഏതാ നമുക്കറിയത്തില്ല. ഒരുവൻ്റെ ഉള്ളിൽ മാനസാന്തരം വന്നു. കുറച്ച് മിനിറ്റ് വരെ കർത്താവിനെ നോക്കി പലതും പറഞ്ഞ ഈ വ്യക്തിയോട് കർത്താവ് പറയുക, നീ എന്നോടുകൂടെ പറുദീസയിലുണ്ടാകും. സ്തോത്രം. തൻ്റെ എതിരെ നിന്ന് വെല്ലുവിളിക്കുന്നവരോട് പറയാം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, forgive them. വിരോധികളോടുള്ള തൻ്റെ ആ മനോഭാവം. 4 തമ്മിൽ സ്നേഹിക്കണം. ലവിങ് ഈച്ച് അതർ. പ്രിയരെ, നാം തമ്മിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ നാം കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുക. അതറിയാമോ? 15-ാം അധ്യായം യോഹന്നാൻ 15:12, യോഹന്നാൻ 15:17 വാക്യം ഒന്ന് നോക്കിക്കേ. യോഹന്നാൻ 15:12-17 അവിടെ പറയുന്നത്, നാം തമ്മിൽ സ്നേഹിച്ചില്ല എങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയെ എന്ത് ചെയ്യുക? ലംഘിക്കുക. വി ആർ നോട്ട് ഒബേയിങ് ഗോഡ്സ് കമാൻഡ്മെന്റ്. തമ്മിൽ സ്നേഹം. അതെങ്ങനെ തമ്മിൽ സ്നേഹം പ്രകടമാകുന്നത്? ത്രൂ ആക്ഷൻസ്,
ത്രൂ ആക്ഷൻസ്. അല്ലാതെ വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിൽ അത് കാണുന്ന ഒരു അനുഭവം ഉണ്ടാകണം. എൻ്റെ ചർച്ചിലൊരു വിധവയായിരിക്കുന്ന ഒരു സ്ത്രീ, 4 കുഞ്ഞുങ്ങളുണ്ട്. ഭർത്താവ് കോവിഡിൻ്റെ സമയം മരിച്ചുപോയി. 4 കുഞ്ഞുങ്ങൾ. ഏറ്റവും ഇളയ കൊച്ച് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ പോയതാണ്. ഈ വിധവയായ സ്ത്രീ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ UAE നടന്ന ഒരു മഴയിൽ, ചെറിയൊരു വീടാണ് ഇവർക്കുള്ളത്. വേറൊരു റീജിയനിലുള്ള വേറൊരു കുടുംബം, 3 കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വീട് മഴയിൽ ഒലിച്ചുപോയി. ഇവർ ഓടിപ്പിടിച്ച് പലയിടത്തും ചെന്ന് ആരും ഇവരെ വീട്ടിൽ കയറ്റിയില്ല. ഈ വിധവയായ സ്ത്രീ, ചെറിയ മുറിയുള്ള ഈ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സ്ത്രീ, ഈ 3 കുഞ്ഞുങ്ങളെയും അമ്മയും അപ്പനെയും 5 പേരെയും കൂടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. വലിയ വീടൊന്നുമില്ല, വളരെ ചെറുതായിരിക്കുന്ന ചെറിയ തുച്ഛമായിരിക്കുന്ന കിട്ടുന്ന പൈസയും കൊണ്ട് അവർക്ക് തികയത്തോലുമില്ല. ആ സ്ത്രീ സ്നേഹം പ്രകടിപ്പിച്ച് കണ്ടോ? ത്രൂ അവർ ആക്ഷൻസ്. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിടുകയല്ല. കമിൻ കമിൻ. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ന സ്നേഹം, ഈ 4 പറയപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊന്ന് ശോധന ചെയ്യാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനാ? സ്തോത്രം. ശത്രുക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ എങ്ങനെ? എൻ്റെ അയൽക്കാരോട്, എൻ്റെ സ്നേഹിതരോട്, എൻ്റെ സഹോദരന്മാരോട്, എൻ്റെ കൂട്ടു സഹോദരന്മാർ, എൻ്റെ ദൈവസഭയിൽ കടന്നു വരുന്നവരോടുള്ള ബന്ധത്തിൽ എങ്ങനാ? എൻ്റെ വിരോധികളോട് എങ്ങനാ? നഷ്ടപ്പെട്ടവരോട് എങ്ങനെയാണ്? അവിടെ സ്നേഹം കുറഞ്ഞ് തണുത്തു പോയോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അങ്ങനെ ശോധന ചെയ്ത് കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, എൻ്റെ ഉള്ളിൽ വന്ന് എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ കൊണ്ടുവന്ന് ക്രിസ്തുവിന് മഹത്വം കൊടുക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.